നമസ്കാരം, എല്ലാവർക്കും ലോജിക് മാത്തിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. പ്രധാനമായിട്ടും ഇനി വരാൻ പോകുന്ന 2 എക്സാമുകളാണ് ഫയർമാൻ ആൻഡ് LDC എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ പേര് ലക്ഷ്യം വയ്ക്കുന്ന ഒരു എക്സാമാണ് 2020 വരാൻ പോകുന്ന LDC എക്സാം. ഏകദേശം 5-6 മാസത്തോളം നമുക്കിനി അതിനുവേണ്ടി അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കണക്കിൽ നിന്ന് ചോദിക്കുന്ന 20 ക്വസ്റ്റ്യനിൽ 20 മാർക്കും കരസ്ഥമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തുകൊണ്ട് ലോജിക് മാത്ത് ഇന്നു മുതൽ മിഷൻ LDC 2020 എന്ന പേരിൽ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ അനാലിസിസ് വീഡിയോസ് ആരംഭിക്കുകയാണ്. ഇനി വരുന്ന എല്ലാ ബുധനാഴ്ചകളിലും രാത്രി 7 മണിക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ എല്ലാ ശനിയാഴ്ചകളിലും നമ്മൾ ടോപ്പിക് വൈസ് ഓരോ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ അല്ലാതെ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി ഉറപ്പുവരുത്തുക. നിങ്ങളുടെ സംശയങ്ങളും ഡൗട്ടുകളും എല്ലാം കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ദിസ് ഇസ് അരുൺ, യു ആർ വാച്ചിങ് ലോജിക് മാത്ത് ആൻഡ് ക്രിയേഷൻ. നമുക്ക് ആദ്യമായിട്ട് നോക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, താഴെ തന്നിരിക്കുന്നവയിൽ 4/5 വലിയ ഭിന്നസംഖ്യ ഏത്? അപ്പോൾ നമ്മുടെ ഓപ്ഷനിലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, തന്നിരിക്കുന്ന ചോദ്യം 4/5 വലിയ ഭിന്നസംഖ്യ ഏത്? തന്നിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് 5/8, ദെൻ 5/7, ദെൻ 4/3, ദെൻ 4/7. ഈ ചോദ്യം സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഡയറക്റ്റ് മെത്തേഡ്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് കൂടെയാണ്. അതായത് 4/5ഉം 5/8. ഞാൻ ഒരു ഫോം ഒന്ന് കാണിക്കാം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഒരു ഫോം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് 4/5നെയും 5/8നെയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ഏതാണ് വലുതെന്ന് കണ്ടുപിടിക്കാനുള്ള എളുപ്പ മെത്തേഡ് എന്ന് പറയുന്നത് ക്രോസ് ചെയ്യുക. അതായത് 4 × 8 32 എന്നാണ്. ദെൻ 5 × 5 25 ഇവിടെ എഴുതുന്നു. ദെൻ ഇതിൽ ഈ നമ്പറുകളിൽ വലിയ നമ്പർ ഏതാണെന്ന് നോക്കുമ്പോൾ നമുക്കറിയാം 32 ആണ് നമ്മുടെ വലിയ നമ്പർ എന്ന് പറയുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്ന ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 4/5 ആണ്. സോ നമുക്ക് പറയാം 4/5ഉം 5/8 കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4/5 തന്നെയാണ് വലുത്. സോ ആൻസർ 5/8 അല്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്ത് നോക്കിയാണ് നമ്മൾ സാധാരണയായിട്ട് എല്ലാ ചോദ്യങ്ങളിലും ആൻസർ കണ്ടുപിടിക്കുക. പക്ഷേ ഈ ചോദ്യം നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അറിയേണ്ട ഒരു ചെറിയ ബേസിക് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറയുന്നത്, നമുക്ക് ഫ്രാക്ഷൻസിനെ നമുക്ക് മൂന്നാമത് ക്ലാസിഫൈ ചെയ്യുന്നതിൽ 2 എണ്ണം, അതായത് പ്രോപ്പറും ഇംപ്രോപ്പറും. പ്രോപ്പർ എന്ന് പറഞ്ഞാൽ സാധാരണ ഭിന്നം, ഡിനോമിനേറ്റർ വലുതായിരിക്കും. ഇംപ്രോപ്പർ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ ചെറുതായിരിക്കും, അതായത് വിഷമഭിന്നം. അപ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ ആണെങ്കിൽ അതിന്റെ വാല്യൂ എപ്പോഴും <1 ആയിരിക്കും, 1നേക്കാൾ ചെറുതായിരിക്കും. അതുപോലെ ഇംപ്രോപ്പർ ആണെങ്കിൽ, അതായത് സാധാരണ ഭിന്നമാണെങ്കിൽ അത് <1 ആയിരിക്കും. വിഷമ ഭിന്നമാണെങ്കിൽ അത് <1 ആയിരിക്കും. ഇത് ഒരു ഫാക്റ്റ് ആണ്. ഈ ഫാക്ട് അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സാധാരണ ഭിന്നം ഡിനോമിനേറ്റർ വലുതാണെങ്കിൽ അത് എപ്പോഴും 1നേക്കാൾ ചെറുതായിരിക്കും. സാധാരണ ഭിന്നം 1നേക്കാൾ ചെറുത്. നമുക്ക് നോക്കാം 4/5. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആയ 4/5 എന്ന് പറയുന്നത് ഒരു സാധാരണ ഭിന്നമാണ്, ഡിനോമിനേറ്റർ വലുതാണ്. അതുകൊണ്ട് ഇതിന്റെ വാല്യൂ എപ്പോഴും 1നേക്കാൾ ചെറുതായിരിക്കും. നമ്മൾ ഓപ്ഷൻ നോക്കുകയാണ് 5/8, അതും ഒരു സാധാരണ ഭിന്നമാണ്, ഈസ് ഓൾവേസ് <1. അതിന്റെ വാല്യൂ 1നേക്കാൾ ചെറുതായിരിക്കും. 5/7 അതിന്റെ ഡിനോമിനേറ്റർ വലുതാണ്, സോ സാധാരണ ഭിന്നമാണ്, നമുക്ക് പറയാം <1. ബട്ട് 4/3ലേക്ക് നമ്മൾ വരുമ്പോൾ അതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്, വിഷമ ഭിന്നമാണ്, ഡിനോമിനേറ്റർ ചെറുതാണ്. സോ ഇതിന്റെ വാല്യൂ ഈസ് ഓൾവേസ് <1, 1നേക്കാൾ കൂടുതലായിരിക്കും. ദെൻ 4/7ഉം ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. പ്രോപ്പർ ഫ്രാക്ഷൻ ആണെങ്കിൽ ഈസ് ഓൾവേസ് <1. അപ്പോൾ ഇതിനകത്ത് 1നേക്കാൾ എല്ലാ വാല്യൂസും 1നേക്കാൾ ചെറുതാണ്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഉൾപ്പെടെ, അതായത് 4/5 ഉൾപ്പെടെ 1നേക്കാൾ ചെറുതാണ്. ബട്ട് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രം, അതായത് 4/3 മാത്രം 1നേക്കാൾ വലുതാണ്. സോ നമുക്ക് പറയാം ആൻസർ ഈസ് 4/3. ഇതായിരിക്കും 4/5നേക്കാൾ വലിയ നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിലേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഡാഷ്, അതായത് ഇങ്ങനെ ഒരു ശ്രേണിയിൽ നെക്സ്റ്റ് നമ്പർ ഏതെന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം ഈ മിക്സർ ഫ്രാക്ഷൻസിനെ എല്ലാം നമുക്ക് ഇംപ്രോപ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാം, അതായത് വിഷമ ഭിന്നത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. അത് നമ്മൾ ചെയ്യേണ്ടത് 1. ഇത് നമ്മൾ ചെയ്യുമ്പോൾ 4 × 2 8, 8+1, അതായത് 4 × 2 +1, that is 4 × 2 8, 8+1 9/4. then next one 4 ആണ്. then 6 × 4 24 + 1 25/4.
അപ്പോൾ ഇതാണ് നമ്മുടെ സീക്വൻസ്. ഇതിനകത്ത് നെക്സ്റ്റ് നമ്പർ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇതൊരു കോമൺ ആയിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. ആ പ്രത്യേകത കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ നെക്സ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഈ മുകളിലുള്ള നമ്പറല്ല, അതായത് ന്യൂമറേറ്റർ നമ്പറിൽ നമ്മൾ എടുക്കുകയാണ്. 1 എന്ന് പറഞ്ഞാൽ 1ന്റെ സ്ക്വയർ ആണ്. 9 എന്ന് പറഞ്ഞാൽ 3യുടെ സ്ക്വയർ ആണ്. 4 എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ ആണ്. 25 എന്ന് പറഞ്ഞാൽ 5ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഇങ്ങനെ ഓരോ നമ്പറിന്റെ സ്ക്വയർ ബേസിലാണ് പോകുന്നത്. ഡിനോമിനേറ്റർ നോക്കാം. നമുക്ക് ഇവിടെ 2ന്റെ സ്ക്വയർ ആണ്, ഇവിടെ 2ന്റെ സ്ക്വയർ. അപ്പോൾ ഇങ്ങനെ കുറച്ച് വേഗമായിട്ടുള്ള ഐഡിയാസ് മാത്രമേ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഇത് എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ നമുക്കിത് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്ത് ചെയ്യാൻ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഈ 1 എന്ന് പറയുന്നത് എപ്പോഴും 1ന്റെ സ്ക്വയർ ആണ്. ദെൻ 9 എന്ന് പറയുന്നത് 3യുടെ സ്ക്വയർ ആണ്. നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ 9 എന്ന് പറയുന്നത് 3യുടെ സ്ക്വയർ ബൈ 4 എന്ന് പറയുന്നത് 2ന്റെ സ്ക്വയർ. ദെൻ നെക്സ്റ്റ് നമ്പർ 4 കിട്ടുന്നു. നമുക്ക് കിടക്കട്ടെ, നമുക്ക് ചെയ്യണ്ട. ദെൻ ഇവിടെ വരുന്നത് 25 ആണ്. 25 വരണമെങ്കിൽ 5ന്റെ സ്ക്വയർ, ഡിനോമിനേറ്റർ എപ്പോഴും 2ന്റെ സ്ക്വയർ തന്നെയാണ്. നെക്സ്റ്റ് നമ്പർ നമുക്ക് അറിയില്ല. ദെൻ ഫസ്റ്റ് നമ്പർ നമുക്ക് കണ്ടുപിടിക്കണം. 1, അതായത് തേർഡ് നമ്പർ കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ജനറൽ ഐഡിയ കിട്ടും. ആ ഐഡിയ വെച്ചുള്ളത് ശരിയാണോ നമുക്ക് നോക്കാം. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് കിടക്കുന്ന കേസ് 1 എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ എപ്പോഴും എല്ലായിടത്തും ഡിനോമിനേറ്റർ 2 സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് ഇവിടെയും ഒരു 2 സ്ക്വയർ കൊടുക്കാം. ദെൻ ഇവിടെയും ഡിനോമിനേറ്റർ 2 സ്ക്വയർ കൊടുക്കാം. കാരണം ഡിനോമിനേറ്റർ നമ്മൾ കണ്ടുപിടിച്ച രണ്ട് സ്ഥലത്തും 2 സ്ക്വയർ ആണ്. സോ ഇവിടെയും നമുക്ക് 2 സ്ക്വയർ കൊടുക്കാം. സോ ഇനി നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ 2 സ്ക്വയർ ആണ്. നമുക്ക് ആൻസർ 1 ആണ് കിടക്കുന്നത്. സോ 1 കിട്ടണമെങ്കിൽ 2 സ്ക്വയർ 4 ആണ്. ദെൻ 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് 1 കിട്ടുന്നത്. സോ ഇവിടെയും 2 സ്ക്വയർ ആയിരിക്കും, ഇവിടെയും 2 സ്ക്വയർ. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി നമുക്കൊരു ഐഡിയ കിട്ടും. 2 സ്ക്വയർ, 3 സ്ക്വയർ, ദെൻ ഇവിടെ 5 സ്ക്വയർ. സോ ഇവിടെ എന്തായിരിക്കും? ഇവിടെ 4 സ്ക്വയർ. ദാറ്റ് ഈസ് 4 സ്ക്വയർ. ശരിയാണെന്ന് നോക്കാം. 4 സ്ക്വയർ 16 ആണ്. 16 ബൈ 2 സ്ക്വയർ 4 ആണ്. 16 ബൈ 4 എന്ന് പറയുന്നത് 4 ആണ്. സോ ആൻസർ ഇസ് കറക്റ്റ്. ആൻസർ ശരിയാണ്. സോ നമുക്ക് അടുത്ത് വരുന്നത് 6 സ്ക്വയർ ബൈ 2 സ്ക്വയർ എന്നായിരിക്കും. ദാറ്റ് ഈസ് 6 സ്ക്വയർ ബൈ 2 സ്ക്വയർ. നമുക്കത് കണ്ടുപിടിച്ചാൽ മാത്രം മതി. 6 സ്ക്വയർ എന്ന് പറയുന്നത് 36 ആണ്. ബൈ 2 സ്ക്വയർ എന്നാൽ 4 ആണ്. ദാറ്റ് ഈസ് ആൻസർ ഈസ് 9. സോ നമ്മുടെ നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 9 ആയിരിക്കും. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ചെയ്യുന്നതിന് നമുക്ക് ഒരുപാട്, അതായത് ലോ ഓഫ് എക്സ്പോണൻസ് നമ്മൾ അറിയണം. ലോ ഓഫ് എക്സ്പോണൻസിനകത്ത് അതായത് a⁻m × a⁻n സംതിങ് അങ്ങനെയുള്ള ഫോർമുലാസ് നമ്മൾ അറിയണം. ദെൻ നമുക്ക് ഇതിനകത്ത് ഇത് ഒരു പ്രധാനമായിട്ട് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ഒരു ചോദ്യമാണ്. ദെൻ അടുത്ത വരുന്നതെന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ അറിയേണ്ടതിന്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ തരത്തിൽ അറിയണം. നമുക്ക് അതൊന്നും ഇല്ലാതെ നമുക്ക് ഡയറക്റ്റ് ചെയ്ത് നോക്കാം. സോ ഇതിനകത്ത് നമ്മൾ അറിയുന്ന ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള ലോ ഓഫ് എക്സ്പോണൻസിനകത്തുള്ള a⁻m into a⁻n into a⁻p എക്സെട്ര ഇങ്ങനെ പോവുകയാണെങ്കിൽ ആൻസർ a⁻m plus n plus p എന്നായിരിക്കും. സോ നമുക്ക് ലെഫ്റ്റ് സൈഡ് നമുക്ക് ആ ഫോമിലാണ്, അതായത് എല്ലാ ബേസുകളും സെയിം ആണ്. സോ നമുക്ക് 5 5 into 5b into 5c എക്സെട്ര ആണ്. സോ നമുക്ക് ഇതിനെ കോമൺ ആയിട്ട് ആ ഫോമിൽ എഴുതാം. ദാറ്റ് ഈസ് 5 plus 4 plus 6 plus എക്സെട്ര plus 2 എന്ന്. അതായത് ബേസ് അതുപോലെ ഇട്ടതിന് ശേഷം പവേഴ്സ് നമ്മൾ ആഡ് ചെയ്താൽ മാത്രം മതിയാവും. സോ നമ്മൾ അങ്ങനെ എഴുതി വെച്ചു. ഈസ് ഈക്വൽ ടു നമുക്ക് റൈറ്റ് സൈഡിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ലെഫ്റ്റ് സൈഡിൽ പവറിന്റെ ക്വസ്റ്റ്യൻ കിട്ടി റൈറ്റ് സൈഡിൽ നിന്നിട്ട് ഒരു വാല്യൂവിന് വേണ്ടി സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ മീൻസ് എന്നിന് വേണ്ടി സോൾവ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിലെ ബേസ് എന്താണോ അതേ ബേസ് റൈറ്റ് സൈഡിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതായത് ഇവിടെ 5 ആണെങ്കിൽ അവിടെയും ബേസ് 5 ആക്കാൻ ശ്രമിക്കുക. സോ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാം 0.008നെ നമുക്ക് എങ്ങനെ ഫ്രാക്ഷൻ ആക്കി മാറ്റാമെന്ന് ആലോചിക്കുക. സോ നമുക്കറിയാം ഒരു 0.8 എന്നാണെങ്കിൽ ഒരു നമ്പറിനെ, അതായത് ഒരു നമ്പറിന്റെ ഒരു ഡെസിമൽ പ്ലേസേ ഉള്ളൂ എങ്കിൽ നമുക്ക് അതിനെ 8/10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എഴുതാം. അതുപോലെ 0.08 ആണെങ്കിൽ നമുക്ക് അതിനെ 8/100 എന്ന് എഴുതാം. ദെൻ 0.008 ആണെങ്കിൽ നമുക്ക് അതിനെ 8/1000 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഹോൾ റൈസ് ടു -30. അങ്ങനെ എഴുതിയതിനു ശേഷം ദെൻ നമുക്ക് ലെഫ്റ്റ് സൈഡിലൂടെ കിടക്കട്ടെ. നമുക്ക് ഇവിടെ ഇനി നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലെ ബേസ് 5 ആക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 8/1000 ഒന്ന് ക്യാൻസൽ ചെയ്ത് നോക്കാം. 8 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് 1 8s are 8s. ദെൻ 10ൽ 1 8, 20ൽ 2 8 16, then 40ൽ 5, that is 125 എന്നാണ് നമുക്ക് വരുന്നത്. സോ നമുക്ക് എഴുതാം 1/125 the whole raised to -30. അതിൽ 1/125 എന്ന് പറയുന്നത് 5 ക്യൂബ് ആണ്. നമുക്ക് നോക്കാം 5 into 5 into 5, 5 into 5 25 into 5 125. ദാറ്റ് ഈസ് നമുക്ക് 125നെ 5 ക്യൂബ് എന്ന് എഴുതാം. ആർക്കെങ്കിലും എങ്ങനെ അത് കിട്ടിയെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ 125നെ ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കുക. ദാറ്റ് ഈസ് 2, 25ൽ 5, then 5 5, that is 5 into 5 into 5, that is 5 cube the whole raised to -30. ഇനി നമുക്ക് -30 ഉള്ളിൽ, അതായത് നമുക്ക് ഇങ്ങനെ ഒരു ലോ ഓഫ് എക്സ്പോണൻസ് ഉണ്ട്. a⁻m the whole raised to n is equal to a⁻m by b⁻m മീൻസ് കിടക്കുന്ന പവർ മുകളിലും താഴെയുള്ള രണ്ടിനും ഒരുപോലെ കൊടുക്കുക. ദാറ്റ് ഈസ് 1 raised to -30 നമുക്ക് കൊടുക്കുക. 1 raised to -30, 1 raised to any നമ്പർ എന്ന് പറയുന്ന ആൻസർ 1 ആണ്. താഴെ 5 raised to
5 raised to 3 the whole raised to minus 30. രണ്ട് നമ്പറിനും കൊടുത്തു. ഇവിടെ പവർ വരാത്തത് 1 raised to നമ്പർ എന്ന് പറയുന്നത് 1 തന്നെയാണ്. That's equal to 1 by. ഇത് നമ്മൾ പഠിച്ചത് ഇതാണ് a raised to m the whole raised to n is equal to a raised to m into n എന്നാണ്. a raised to m the whole raised to n is equal to a raised to m into n. That is 5 raised to 3 into minus 30 minus 90. Then നമുക്കിതിനെ നമ്മൾ പഠിച്ച അടുത്ത കാര്യം എന്ന് പറയുന്നത് 1 by a raised to minus. അപ്പോൾ നിങ്ങൾക്ക് ലോ ഓഫ് എക്സ്പോണൻസിന്റെ ഒരുപാട് കേസ് വരുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ലോ ഓഫ് എക്സ്പോണൻസ് കണ്ടിട്ടില്ല എങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോവുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ലോ ഓഫ് എക്സ്പോണൻസിന്റെ പാർട്ടുകൾ കാണാം. അത് കണ്ട് പഠിച്ചതിന് ശേഷം നോക്കുക ഈ ക്വസ്റ്റ്യൻ. സോ നമുക്ക് 1 by a raised to minus, അതായത് പവർ മൈനസ് ആണെങ്കിൽ ഡിനോമിനേറ്ററിലെ പവർ മൈനസ് ആണെങ്കിൽ നമുക്ക് അതിനെ മുകളിലേക്ക് കൊണ്ടുപോയി പോസിറ്റീവ് ആക്കി എഴുതാൻ കഴിയും. സോ 1 by 5 raised to minus 90 നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ 5 raised to 90. ദാറ്റ് ഈസ് നമുക്ക് ലെഫ്റ്റ് സൈഡ് ഉണ്ട് 5 raised to 2 plus 4 plus 6 plus etc plus 2n is equal to 5 raised to 90. ഇനി നമ്മൾ അറിയേണ്ട ലോ ഓഫ് എക്സ്പോണൻസിന്റെ അടുത്ത കേസ് എന്ന് പറയുന്നത് a raised to m is equal to a raised to n എന്നാണെങ്കിൽ, അതായത് ബേസുകൾ ഈക്വൽ ആണെങ്കിൽ the powers are equal, m is equal to n, പവർ ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് ഇവിടുത്തെ പവേഴ്സ് രണ്ടിന്റെയും ബേസ് ഈക്വൽ ആയതുകൊണ്ട് പവേഴ്സ് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് 2 plus 4 plus 6 plus etc plus 2n is equal to 90. നമുക്ക് ഇവിടെ എല്ലായിടത്തും ഒരു 2 കോമൺ എടുക്കാം. ദാറ്റ് ഈസ് 2 കോമൺ എടുക്കുമ്പോൾ 1 plus 2 plus 3 plus etc plus n is equal to 90. That is 2 എടുത്ത് ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 1 plus 2 plus 3 plus etc plus n is equal to 90 by 2, that is 45. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസ് പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് 1 plus 2, അതായത് ഫസ്റ്റ് n കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പറിന്റെ, അതായത് എണ്ണൽ സംഖ്യകളുടെ തുകയുടെ ഫോർമുല എന്ന് പറയുന്നത് n into n plus 1 by 2 എന്നാണ്. സോ ഇതിന് പകരം നമുക്ക് n into n plus 1 സം ആയതുകൊണ്ട് n into n plus 1 by 2 is equal to 45 എന്ന് കിട്ടും. That is n into n plus 1 is equal to 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ 2 into 45, that is 90. ഇനി നമ്മൾ ഇതിനെ അകത്തേക്ക് മൾട്ടിപ്പിൾ ചെയ്താൽ, മീൻസ് ഇനി ഞാൻ അകത്തേക്ക് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും. that is n square plus n. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോകണ്ട, അതിന് പകരം നമുക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിക്കാൻ പറ്റില്ല, പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റും. ഒന്നുകിൽ ഓപ്ഷനിലേക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം n into n plus 1, അതായത് n എന്ന് പറഞ്ഞ ഒരു നമ്പറാണ്, അതിനുശേഷം n plus 1 കിടക്കണം. അതായത് എന്നിന്റെയും n plus 1ന്റെയും പ്രത്യേകത എന്നിനോട് അടുത്ത് ചേർന്നുള്ള നമ്പർ ആയിരിക്കും n plus 1. കാര്യം എന്നിനോട് ഒരു നമ്പർ കൂട്ടിയ നമ്പറാണ് n plus 1. n-ഉം n plus 1 ആകുമ്പോൾ എന്നിനോട് ഒരു നമ്പർ കൂട്ടുമ്പോൾ അടുത്ത നമ്പർ ആയിരിക്കും. അതായത് n-ഉം n plus 1 തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഇത് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും, അടുത്തടുത്തുള്ള നാച്ചുറൽ നമ്പർ ആയിരിക്കും. കാര്യം ഒന്ന് n-ഉം ഒന്ന് n plus 1 ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഒന്നുകിൽ ഓപ്ഷനിലേക്ക് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുക രണ്ട് കോൺസിക്യൂട്ടീവ് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എപ്പോഴാണ് 90 കിട്ടുന്നത് നോക്കാം. നമുക്കറിയാം അത് 9 into 10 ചെയ്യുമ്പോഴാണ്. 9 into 10 ചെയ്യുമ്പോൾ 90 കിട്ടും. അതായത് എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 9. അപ്പോൾ ക്വാഡ്രാറ്റിക്കിലേക്ക് പോകാൻ നമുക്ക് ഇങ്ങനെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഓപ്ഷൻ ഉപയോഗിച്ചും നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തിനോട് 1 കൂട്ടിയാൽ 289 കിട്ടും. സംഖ്യകൾ ഏതൊക്കെ? അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനേക്കാൾ ബെറ്റർ എന്ന് പറയുന്നത് എപ്പോഴും ഓപ്ഷനിൽ നിന്ന് ചൂസ് ചെയ്യാണ്. കാരണം എളുപ്പമുള്ള ചോദ്യമാണ്. രണ്ട് സംഖ്യകളുണ്ട്, സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 ആഡ് ചെയ്ത് നോക്കാം. നമുക്ക് നോക്കാം. ഫസ്റ്റ് പെയർ എന്ന് പറയുന്നത് 14, 12 ആണ്. നമുക്കൊന്ന് മൾട്ടിപ്ലൈ നോക്കാം. 14 into 12, that is 8, 2, 4, 6, that is 1. 168 ആണ് ആൻസർ. സോ 168 1 ആഡ് ചെയ്ത് നോക്കാം. that is 169 ആണ്. അപ്പോൾ 169 നല്ല നമ്മുടെ ആൻസർ. നമുക്ക് 289 ആണ് കിട്ടേണ്ടത്. സോ നമുക്ക് നെക്സ്റ്റ് നമ്പർ നോക്കാം. 16 into 18, that is 6 into 8 എന്ന് പറയുന്നത് 48 ആണ്. then 4, 8, 6, 14 plus 4, 8, then that is 1 plus 1, 2 plus 1, that is equal to 289. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 16, 18 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓപ്ഷനിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളതെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഒരു സമഷഡ്ഭുജത്തിന്റെ ബാഹ്യകോണുകളുടെ തുക എന്ത്? അപ്പോൾ ഓർത്തു വയ്ക്കുക, ഏതൊരു ബഹുഭുജമായാലും, ഏതൊരു ബഹുഭുജമായിക്കോട്ടെ, ഏതൊരു പോളിഗണും ആയിക്കോട്ടെ, അതിന്റെ ബാഹ്യകോണുകളുടെ, അതായത് എക്സ്റ്റീരിയർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നതിന് എപ്പോഴും ഒന്ന് തന്നെ ആയിരിക്കും. അതായത് 360 ഡിഗ്രി ആയിരിക്കും. അതിനൊരു ചേഞ്ച് ഇല്ല, എപ്പോഴും ഓൾവേസ് 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിളുകളുടെ സം, ബാഹ്യകോണുകളുടെ തുക എന്ന് പറയുന്നത് എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. ആദ്യത്തെ 100 ഇരട്ട സംഖ്യകളുടെ തുക എത്ര? അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു ചോദ്യമാണ്. രണ്ട് രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം. ഇവിടെ ചോദ്യം, ആദ്യത്തെ 100 ഇരട്ട സംഖ്യകളുടെ തുക എത്ര?
അതുപോലെ വേറൊരു ചോദ്യമാണ് 1 മുതൽ 100 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക എത്ര. ഇത് എപ്പോഴും പലർക്കും കൺഫ്യൂഷൻ വരുന്ന ചോദ്യമാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ 100 ഇരട്ട സംഖ്യകളുടെ തുക എത്ര. അപ്പോൾ ഫസ്റ്റ് ആദ്യം അതായത് 2 മുതൽ ഉള്ള 100 എണ്ണം, അതായത് 100 ഇരട്ട സംഖ്യകളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്, സം ഓഫ് ഈവൻ നമ്പേഴ്സ്. സം ഓഫ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് n into n+1 ആണ്. സോ നമുക്കറിയാം നമ്പർ ഓഫ് ഈവൻ നമ്പേഴ്സ്, അതായത് 100 ഇരട്ട സംഖ്യയിലാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. സോ n എന്ന് പറയുന്നത് 100 ആണ്. 100 into 100+1 101 ആണ്. അതായത് 101 2 ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ. അതായത് ആദ്യത്തെ 100 ഇരട്ട സംഖ്യകളുടെ തുക. ഇനി ഇൻ കേസ് ചോദിക്കുന്നത് ഇങ്ങനെയല്ല, ആദ്യത്തെ 1 മുതൽ 100 വരെയുള്ള ഇരട്ട സംഖ്യകൾ, 1 മുതൽ 100 വരെയുള്ള സംഖ്യകളിൽ ഇരട്ട സംഖ്യകളുടെ തുക എത്ര എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് 1 മുതൽ 100 വരെയുള്ള ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് 50 ഇരട്ട സംഖ്യകളും 50 ഒറ്റ സംഖ്യകളും ആയിരിക്കും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 50 into 51. കാര്യം 1 മുതൽ 100 വരെ ഇരട്ട സംഖ്യകളുടെ എണ്ണം 50 ആണ്, ബാക്കി 50 ഒറ്റ സംഖ്യയാണ്. അതുകൊണ്ട് 50 into 51 ആണ്. തിരിഞ്ഞു പോകരുത്. ക്വസ്റ്റ്യൻ കൃത്യമായി നന്നായി വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം ആൻസർ ചെയ്യുക. ഹരിയും അനസും ഒരേ തുക 2 വർഷത്തേക്ക് ബാങ്കിൽ നിക്ഷേപിച്ചു. ഹരി 10% സാധാരണ പലിശയ്ക്കും അനസ് 10% കൂട്ടുപലിശയ്ക്കും കാലാവധി പൂർത്തിയാക്കിയപ്പോൾ അനസിന് 100 രൂപ കൂടുതൽ കിട്ടിയെങ്കിൽ എത്ര രൂപയാണ് നിക്ഷേപിച്ചത്. അപ്പോൾ ഓരോരുത്തരും നിക്ഷേപിച്ചത് എത്ര രൂപ എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് ഒരു സാധാരണ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ, വ്യത്യാസം എന്ന് പറയുന്നത് സാധാരണ പലിശ, അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ്, ഈ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് P into R/100 the whole square. ഇതാണ് ഫോർമുല, P into R/100 the whole square. അപ്പോൾ ഇവിടെ വ്യത്യാസം തന്നിട്ടുണ്ട്. അതായത് അനസിന് 100 രൂപ കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞാൽ അനസിന് ഹരിയേക്കാൾ 100 രൂപ കൂടുതൽ കിട്ടി. അപ്പോൾ വ്യത്യാസം എന്ന് പറയുന്നത് 100 രൂപയാണ്. P എമൗണ്ട് നമുക്ക് അറിയില്ല, എമൗണ്ട് നമുക്ക് P എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് രണ്ടുപേരും 10 തന്നെയാണ്. 10/100 the whole square. That is 100 is equal to P into, നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ 0 ക്യാൻസൽ ആയി പോയി, ബാക്കി വരുന്നത് 1/10 സ്ക്വയർ ആണ്. that is 1/100. then 100 നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ P is equal to 100 into 100, that is 10,000. അതായത് എമൗണ്ട്, നമ്മൾ നിക്ഷേപിച്ച എമൗണ്ട് എന്ന് പറയുന്നത് 10,000 rupees ആണ്. √2ന്റെ പകുതി √k എങ്കിൽ k യുടെ വില എത്ര. അപ്പൊ ചോദ്യം എന്ന് പറയുന്നത് √2ന്റെ പകുതി, നമ്മൾ ഒരു നമ്പറിന്റെ പകുതി കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്നത് എപ്പോഴും ആ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 10ന്റെ പകുതി ചോദിച്ചാൽ 10/2, അതായത് 5. അപ്പോൾ നമ്മൾ ഏത് നമ്പറിന്റെ പകുതി എന്ന് പറഞ്ഞാലും ആ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ √2ന്റെ പകുതി √k ആണെങ്കിൽ, സോ √2ന്റെ പകുതി അതായത് √2/2 എന്ന് പറയുന്നത് √k ആണെങ്കിൽ k യുടെ വില എന്ത് എന്നാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. സോ നമ്മൾ ചെയ്യേണ്ടത്, ഒരിക്കലും റൂട്ട് ഇട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിൽ വെക്കുക. റൂട്ട് കളയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, റൂട്ട് കളയാൻ വേണ്ടി ഈക്വലിന്റെ 2 സൈഡിലും നമ്മൾ അങ്ങ് സ്ക്വയർ ചെയ്യുക. സോ സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്, സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ നമ്മൾ 2 സൈഡിലും സ്ക്വയർ ചെയ്യുമ്പോൾ √2/2 the whole square is equal to √k the whole square. അപ്പോൾ റൂട്ടിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ സംഭവിക്കുന്നത് ആ റൂട്ട് അങ്ങ് പോയതിനു ശേഷം നമ്പർ മാത്രമല്ല, അതായത് √2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ആണ്. √2ന്റെ സ്ക്വയർ 2 ആണ്, 2ന്റെ സ്ക്വയർ 4 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു √k സ്ക്വയർ. അതുപോലെ തന്നെയാണ് റൂട്ട് അങ്ങ് പോയിട്ട് ബാക്കി k, ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 1/2. സോ k യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1/2 ആയിരിക്കും. ഒരു ചടങ്ങിൽ വെച്ച് 2 വോളിബോൾ ടീം അംഗങ്ങളായ 6 പേർ വീതം പരസ്പരം കൈ കൊടുത്താൽ ആകെ എത്ര ഷേക്ക് ഹാൻഡ്സ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ നേരത്തെ കൺഫ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ കൺഫ്യൂഷൻ വരുന്ന മറ്റൊരു ചോദ്യമാണിത്. ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു ചടങ്ങിൽ വെച്ച് 2 വോളിബോൾ ടീമുകൾ, അപ്പോൾ 2 വോളിബോൾ ടീമുകൾ അംഗങ്ങളായ 6 പേർ എന്ന് പറഞ്ഞാൽ 2 ടീമിലും 6 പേർ വീതമുണ്ട്. അപ്പോൾ 2 ടീമുണ്ട്, 2 ടീമിലും 6 പേർ വീതമുണ്ട്. ഇവർ പരസ്പരം ഷേക്ക് ഹാൻഡ് കൊടുത്താൽ ആകെ എത്ര ഷേക്ക് ഹാൻഡ് എന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് ഇങ്ങനെ പഠിക്കാം, 2 ടീമുകളുണ്ട്, 2 ടീമിലും n ആൾക്കാരാണ് ഉള്ളതെങ്കിൽ, 2 ടീമിലും n ആൾക്കാരുണ്ട്, അവർ പരസ്പരം, അതായത് ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതേ ടീമിലുള്ള അംഗങ്ങൾ തമ്മിൽ കൈ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നില്ല, പകരം ഓപ്പോസിറ്റ് ടീമിലുള്ള അംഗങ്ങൾ തമ്മിൽ മാത്രമാണ് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര ഷേക്ക് ഹാൻഡ്സ് ഉണ്ടാവും ചോദിച്ചാൽ അവിടെ ഉണ്ടാവുന്നത് n² ഷേക്ക് ഹാൻഡ്സ് ആയിരിക്കും. അതായത് ഇവിടെ സംഭവിക്കുന്നത് 6 പേരുള്ളത് കൊണ്ട് 6ന്റെ സ്ക്വയർ 36 ഷേക്ക് ഹാൻഡ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഓർക്കുക, 2 ടീമുകളുണ്ട്, 2 ടീമുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു എങ്കിൽ അവിടെ ഉണ്ടാക്കുന്നത് n², എത്ര പേരുണ്ടോ അതിന്റെ സ്ക്വയർ ആണ്. ഇനി മറ്റൊരു തരത്തിലുള്ള ചോദ്യം ചോദിക്കുന്നത് പറയുന്നത്, സാധാരണ ചോദിക്കുന്ന ചോദ്യം അങ്ങനെയാണ്, ഒരു ടീമിലുള്ള n ആൾക്കാർ അല്ലെങ്കിൽ 6 പേർ പരസ്പരം ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു.
അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഷേക്ക് ഹാൻഡുകളുടെ എണ്ണം എത്ര? അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഒരേ ടീമിലുള്ള ആൾക്കാർ തമ്മിലാണ് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നതെങ്കിൽ രണ്ട് ടീമിലുള്ള ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നെങ്കിൽ, അപ്പൊ അത് ഓർക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് n×n-1/2 ഷേക്ക് ഹാൻഡ്സ് ആയിരിക്കും. n×n-1/2 ഓർക്കുക. രണ്ട് ടീമിൽ ഒരേ എണ്ണമുള്ള ടീമിൽ തമ്മിലാണ് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നതെങ്കിൽ n² ആണ്. അതായത് അവർ ഒരേ ടീമിലുള്ളവരായിട്ട് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നില്ല, ബട്ട് ഒരേ ടീമിലുള്ള ആൾക്കാരാണ് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നതെങ്കിൽ ഉണ്ടാകുന്ന ഷേക്ക് ഹാൻഡുകളുടെ എണ്ണം എന്ന് പറയുന്നത് n×n-1/2 എന്നാണ്. 1 രൂപയ്ക്ക് ഒരു മാസം 1 രൂപ പലിശ എങ്കിൽ പലിശ നിരക്ക് എത്ര? അപ്പോൾ പറഞ്ഞിരിക്കുന്നത് 1 രൂപയ്ക്ക് നമുക്ക് നോക്കാം. 1 രൂപയ്ക്ക് ഒരു മാസം 1 പൈസ പലിശ. 1 പൈസ പലിശ. അപ്പോൾ 1 രൂപയ്ക്ക് ഒരു മാസം 1 രൂപ പൈസ 1 പൈസ പലിശയെങ്കിൽ പലിശ നിരക്ക് എത്ര? അപ്പൊ എന്താണ് പലിശ നിരക്ക് നമ്മൾ ആദ്യം അറിയണം. പലിശ നിരക്ക് എന്താണെന്ന് ചോദിച്ചാൽ 100 രൂപയ്ക്ക് ഒരു വർഷത്തേക്കുള്ളതാണ് പലിശ നിരക്ക് എന്ന് പറയുന്നത്. ഒരു 100 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് എത്ര രൂപയാണോ പലിശ, അതാണ് പലിശ നിരക്ക്. 100 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് എത്ര രൂപയാണ് പലിശ? 100 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് പലിശ, അതാണ് പലിശ നിരക്ക്. അപ്പൊ നമുക്ക് നോക്കാം. 100 രൂപ നമുക്കിവിടെ 1 രൂപയേ ഉള്ളൂ. നമുക്ക് 1 രൂപയുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം അതിനെ 1 രൂപയെ മാറ്റി 100 രൂപയാക്കണം നമ്മൾ. സോ 100 രൂപയ്ക്ക് എന്താവും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 100 രൂപയ്ക്ക് 100 കൊണ്ട് മൾട്ടിപ്പിൾ ആണ്. 100 രൂപയ്ക്ക് ഒരു മാസം എത്ര രൂപ പൈസ? 100 പൈസയാണ്. കാര്യം നമ്മൾ 1 രൂപയെ 100 ആക്കാൻ ×100 ചെയ്തു നമ്മൾ. സോ 1 രൂപ 100 രൂപയായി. അപ്പോൾ 100 രൂപയ്ക്ക് 1 രൂപയ്ക്ക് ഒരു മാസം 1 പൈസ എങ്കിൽ 100 രൂപയ്ക്ക് ഒരു മാസം 100 പൈസ. 100 പൈസ എന്ന് പറഞ്ഞാൽ 1 രൂപ. 1 രൂപ. അപ്പൊ നമുക്ക് 100 രൂപയാക്കി. ഇനി നമുക്ക് വേണ്ടത് 1 വർഷം അല്ലെങ്കിൽ 12 മാസമാണ്. ഇവിടെ 1 മാസമാണ്. സോ നമുക്ക് 1 മാസത്തിന് 12 ആക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ×12. സോ നമുക്ക് 100 രൂപയ്ക്ക് ×12, ഒരു മാസം ×12 എന്ന് പറയുന്നത് 12 മാസം. 12 മാസം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 രൂപ. അതായത് 12 മാസം എന്ന് പറഞ്ഞാൽ 1 വർഷം. അപ്പൊ നോക്കാം. 100 രൂപയ്ക്ക് ഒരു വർഷം 12 രൂപ. ഇതിനെയാണ് നമ്മൾ പലിശ നിരക്ക് എന്ന് പറയുന്നത്. 100 രൂപയ്ക്ക് ഒരു വർഷം എത്ര രൂപ? അത് 12 രൂപ. സോ പലിശ നിരക്ക് 12% എന്ന് പറയാം. അപ്പോൾ ഈ തിരുവനന്തപുരം മലപ്പുറം ചോദിച്ച 10 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ കണ്ടത്. അടുത്ത 10 ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.